നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇവിടെ ടെൻഷനാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിന് പോയി ഒന്ന് പാസ്സായാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരില്ലേ? ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകാനുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. പാസ്സാകാൻ വേണ്ടി ഉള്ളവർക്ക് മാത്രമുള്ള വീഡിയോ. നമ്മളിതിൻ്റെയൊക്കെ ആൻസേഴ്സ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അന്നേരം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഹീറ്റ് തെർമോഡൈനാമിക്സ്. ആ പാർട്ടിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കാർനോട്ട് സൈക്കിൾ, അതിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷൻ, അങ്ങനെയുള്ള കുറേ പ്രോസസ്സ് അതിൻ്റെ ആ പടമൊക്കെ വരച്ച് വൃത്തിയായിട്ട് പഠിക്കണം. കാർനോട്ട് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച്, പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഗ്യാസ്. ഇത് മൂന്നെണ്ണം നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. അതിനകത്തൊന്ന് ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് വേവ്സിനകത്താണ്. നമ്മുടെ തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിൽ ഫ്ലൂയിഡ്സിനകത്ത് ബെർണോളി സീറോയും ക്യാപ്പിലാറ്റിയും ടെർമിനൽ വെലോസിറ്റിയും പാസ്കൽസ് ലോയും. ഇത് ജയിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. പിന്നെ തിരിച്ച് നമ്മുടെ ഗ്രാവിറ്റേഷനകത്ത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഇത്രയും പഠിച്ചാൽ അത്യാവശ്യം ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ലോസ് ഓഫ് മോഷനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ചാപ്റ്ററാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്, അതിന്റെ പ്രൂഫ്, റീകോയിൽ ഓഫ് എ കാറ്റ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒന്ന് പഠിച്ചുകൊണ്ട് വെക്കുക. തിരിച്ച് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്തുനിന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്, അതിന്റെ പ്രൂഫ്, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗിൾ മൊമെന്റ്, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗിൾ ആക്സലറേഷൻ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം, ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിക്കുക. അന്നേരം ഇത്രയും പറയുന്നതിൽ ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാം, 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാം. നിങ്ങൾക്ക് 18 മാർക്ക് ഉറപ്പിക്കാം. പോരെ? അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.